കഷ്ടപ്പെടുകയാണേ. ഗ്രൂപ്പിൽ ഉണ്ടാവും. ഞാൻ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ DSM 4 ആണ് നമ്മൾ എത്തിയിരുന്നത് അല്ലേ? കറണ്ട് വേർഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. കറണ്ട് വേർഷനിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, കറണ്ട് വേർഷൻ. അപ്പോൾ DSM നമ്മൾ പറഞ്ഞു, ഒന്ന് വെറുതെ DSM മാത്രം ഓർമ്മപ്പെടുത്താണ്. DSM 1 റിവിഷന് DSM 1, DSM 2, DSM 3, പിന്നെ DSM 3R ഒരു അപ്ഡേഷൻ ആണ്. DSM 3R, പിന്നെ DSM 4, DSM 4 കഴിഞ്ഞിട്ട് DSM 4 TR ആണല്ലേ അപ്ഡേഷൻ വന്നത്? യെസ്, DSM 4 TR അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ DSM 4 TR ആണ് ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇഗ്നോറിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ DSM 5 ഇറങ്ങിയിട്ടുണ്ട്, അതിൽ നമുക്ക് പഠിക്കാനില്ല. പിന്നെ അപ്പം DSM 4 TR എന്നുള്ളത് ശരിക്കും ഇതൊരു പിന്നെ അതുവരെ ഉള്ളതിലൊക്കെ വലിയൊരു മാറ്റം, ഒരു വൈഡ് വെറൈറ്റി ഓഫ് കണ്ടന്റ്സ് ഇതാണ് കോണ്ടെക്സ്റ്റിലാണ് ഇതുള്ളത്. മാത്രമല്ല പിന്നെ റിസർച്ചേഴ്സും ക്ലിനിഷ്യൻസും ഒക്കെ പിന്നെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു അപ്ഡേഷൻ നടത്തിയിട്ടാണ് DSM 4 അപ്ഡേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇയർ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. DSM 4 1994 DSM 4 TR 2000. 6 വർഷത്തിന് ശേഷം DSM 4-ന് ശേഷം 6 വർഷത്തിന് ശേഷമാണ് DSM 4 TR എന്ന അപ്ഡേഷൻ റിവിഷൻ നടക്കുന്നത്. ഓക്കെ, എനിവേ പിന്നെ ഇതിൽ വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറയാൻ കാരണം എക്സാമ്പിൾ എടുപ്പത്തിൽ പറയുന്നുണ്ട്. ബയോളജിക്കലും പിന്നെ അതുപോലെ സൈക്കോഡൈനാമിക്, കോഗ്നിറ്റീവ്, ബിഹേവിയറൽ, ഇന്റർപേഴ്സണൽ, ഫാമിലി സിസ്റ്റം, ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ അതിന്റെ അപ്ഡേഷൻ അന്ന് റിവിഷൻ നടന്നിട്ടുണ്ട് DSM 4 TR-ൽ. പിന്നെ DSM 4-ൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് റിവിഷൻ ആണ് DSM 4-ൽ മെയിൻ ആയിട്ട് നടന്നത്. ടെക്സ്റ്റ് റിവിഷൻ ആയിരുന്നു. പിന്നെ അതിൽ ഇപ്പോൾ ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, പാർഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ, കൺസൾട്ടേഷൻ, ഇതിലെ കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ക്ലിനിക്ക്, പ്രൈവറ്റ് പ്രാക്ടീസ് ആൻഡ് പ്രൈമറി കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു ടെക്സ്റ്റ് റിവിഷന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടാണ്. ഈ രീതിയിലൊക്കെ റിവിഷൻ അതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ DSM 4 ഓക്കെ. പിന്നെ DSM 4 TR-ലാണ് മെയിൻ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ക്ലിനീഷ്യൻസിനും അതുപോലെ റിസർച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വൈഡ് വെറൈറ്റി ഓഫ് കോണ്ടെക്സ്റ്റിലുള്ള ഒരു അപ്ഡേഷൻ നടന്നത് DSM 4 TR-ലാണ്. പിന്നെ DSM is also a necessary tool for collecting, communicating accurate public health statistics എന്നുള്ളൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ DSM മൊത്തത്തിൽ DSM-നെ കുറിച്ച് പറഞ്ഞതാണ്. ഇതൊരു ശരിക്കും അത്യന്താപേക്ഷിതമായ ഒരു ടൂളാണ്. എന്തിനൊക്കെ? നമുക്ക് ഫോർ കളക്ടിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് അക്യുറേറ്റ് പബ്ലിക് ഹെൽത്ത് സ്റ്റാറ്റിക്സ്, ഒരു പബ്ലിക് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിന് അക്യുറേറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഇതായിട്ടാണ് DSM-നെ കാണുന്നത്. അതുപോലെ DSM കൺസിസ്റ്റ് ഓഫ് 3 മേജർ കോമ്പോണൻസ് ഫീച്ചേഴ്സും ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അത് ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ സെറ്റ്സ് ആൻഡ് ദി ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്. ഈ രീതിയിൽ 3 കോമ്പോണൻസ്, മേജർ കോമ്പോണൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്, DSM-ൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇത് പറയുന്നത്. പിന്നെ അതിൽ ഓരോന്നിനെ കുറിച്ചും പ്രത്യേകം പറയാണ്. ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയാനൊന്നുമില്ല, നമുക്ക് അറിയുന്നത് തന്നെ. നമുക്ക് ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഈ DSM-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DSM TR ഈസ് എ കാറ്റഗറിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് DSM 4 TR-ൽ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഓരോന്നും പ്രത്യേകം കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറീസ് ആർ പ്രോട്ടോടൈപ്സ് ആൻഡ് എ പേഷ്യന്റ് വിത്ത് എ ക്ലോസ് അപ്രോക്സിമേഷൻ ടു ദി പ്രോട്ടോടൈപ്പ് ഈസ് സെഡ് ടു ഹാവ് ദാറ്റ് ഡിസോർഡർ വിത്ത് ക്വാളിഫയേഴ്സ്. ഫോർ എക്സാമ്പിൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ 3 രീതിയിലൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ശരിക്കും നടന്നത് DSM 4 TR-ലാണ് എന്ന് പറയുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. ഇതിൽ പിന്നെ 3 കോമ്പണൻസാ പറഞ്ഞത്. ഒന്ന് പറഞ്ഞു ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ,
ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈച്ച് ഡിസോർഡർ, അതും നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. കൃത്യമായ ക്രൈറ്റീരിയ വെച്ചിട്ട് ഓരോ ഡിസോർഡറിനെയും ഇവർ ഇത് ചെയ്തു. കാരണം ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അതിനെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അതാണ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് ഡിസോർഡർ ഇൻക്ലൂഡഡ് ഇൻ ദി DSM-4 set of diagnostic criteria including symptoms that are present and for how long. ആ പ്രസന്റ് ആണോ നോക്കുമ്പോൾ എത്ര ലോങ്, എത്ര അത് നിലനിൽക്കുന്നുണ്ട് നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആ ക്രൈറ്റീരിയ കൃത്യമായിട്ട് ഈ DSM-4 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയയും എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയും ഒക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിസ് ക്രൈറ്റീരിയ കാൾഡ് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ആസ് വെൽ ആസ് ദോസ് സിംപ്റ്റംസ് ദാറ്റ് മസ്റ്റ് നോട്ട് പ്രസന്റ്. അത് പിന്നെ ആവശ്യമില്ലാത്ത ഒരു സിംറ്റംസ് ആണ്. അതിന് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ എന്ന് പറയാം. ആ സിംറ്റംസ് അതിൽ ആവശ്യം ഇല്ലെങ്കിൽ അത് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയും, അതിൽ ആവശ്യമാണെങ്കിൽ അത് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയയും ഉൾപ്പെടുത്തും. എല്ലാ ക്രൈറ്റീരിയകളിലെ എല്ലാ സംഗതിയും വേണം, ഡയഗ്നോസ് ചെയ്യപ്പെടാൻ വേണമെന്നും ഇല്ല. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായാലും പിന്നെ DSM-TR find this diagnostic criteria useful because they provide a compact description of each disorder. ഓരോന്നിനെ കുറിച്ചും കൃത്യമായ ഡിസ്ക്രിപ്ഷൻ അത് നൽകുന്നുണ്ട് ഈ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ടാവലോട് കൂടി. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ആണ് നെക്സ്റ്റ് പറഞ്ഞത്. ഓരോ ഡിസോർഡറിനെ കുറിച്ചും ഡീപ്പായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് അതിനെക്കുറിച്ച് എന്താണെന്നും ആ ഡിസോർഡർ എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ DSM-4 ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് DSM-4 മുമ്പ് പറയുന്നിടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രീതിയിലൊക്കെ അപ്ഡേഷൻ നടക്കുമ്പോൾ കുറെ പേജുകൾ ഇവർ കൂട്ടിയിട്ടുണ്ട് DSM-4. ആ പേജ് കൂട്ടുന്ന മെയിൻ ആയിട്ട് അതിലെ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ഒക്കെ ഉൾപ്പെടുത്തുമ്പോഴാണിത് കൂടിയിട്ടുണ്ടാവുക. ടെക്സ്റ്റ് ഓഫ് ദി DSM-4 സിസ്റ്റമാറ്റിക്കലി ഡിസ്ക്രൈബ്സ് ഈച്ച് ഡിസോർഡർ അണ്ടർ ദി ഫോളോയിങ് ഹെഡിങ്സ്. ഒരു ഹെഡിങ്സ് ഒക്കെ വെച്ച് കൃത്യമായിട്ട് പറയാൻ തുടങ്ങിയത്. ഇതിൽ പ്രത്യേകം പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ്, സബ് ടൈപ്സ്, പിന്നെ സ്പെസിഫയേഴ്സ്, റെക്കോർഡിംഗ് പ്രൊസീജിയേഴ്സ്, അസോസിയേറ്റഡ് ഫീച്ചേഴ്സ്, ഡിസോർഡേഴ്സ്, സ്പെസിഫിക് കൾച്ചർ, ഏജ് ആൻഡ് ജെൻഡർ ഫീച്ചേഴ്സ്, പ്രിവലൻസ്, കോഴ്സ്, പിന്നെ ഫാമിലിയൽ പാറ്റേൺ ആൻഡ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ വേറൊരു സംഭവമാണ്. അതിലും ഇതിൽ ഉൾപ്പെടുത്തിയ DSM-4 ഇവർ നടത്തിയ ഒരു പിന്നെ റിവിഷനിൽ വന്ന മെയിൻ ഒരു സംഭവമാണ് മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഒന്ന് ഓർമ്മിക്കുക. മെയിൻ 3 കോമ്പണൻസ് ആണ് ഇതിൽ TR ഉൾപ്പെടുത്തിയത്. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്, പിന്നെ ഫസ്റ്റ് പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷനും. ഓക്കെ, അതിനുശേഷം മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ. മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നല്ല കൃത്യമായിട്ട് നല്ലൊരു സയന്റിഫിക് രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. DSM-4 recommends clinicians to assess an individual's mental state across 5 factors or axes. അതാണ് ആക്സിസ് 1, ആക്സിസ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രീതിയിൽ ഒരു 5 ഫാക്ടേഴ്സ് ആയിട്ട് ഈ മെന്റൽ സ്റ്റേറ്റിന്, ഒരു വ്യക്തിയുടെ മെന്റൽ സ്റ്റേറ്റിനെ ഇവർ തരംതിരിച്ചു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. 5 axes provide a broad range of information about the individual's functioning. ഓരോ ഡിസോർഡറിന്റെയും ഫംഗ്ഷനെ കുറിച്ചുള്ള ഒരു വൈഡ് റേഞ്ച് ഇതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിലൂടെ കിട്ടും. അത് എങ്ങനെയാണെന്ന് നമുക്ക് വരുന്നുണ്ട് ഡീപ്പായിട്ട്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ ആക്സിസ് 1 എന്ന് പറഞ്ഞാൽ അത് ക്ലിനിക്കൽ ഡിസോർഡേഴ്സും അതർ കണ്ടീഷൻസ് ദാറ്റ് മേ ബി എ ഫോക്കസ് ഓഫ് ക്ലിനിക്കൽ അറ്റൻഷൻ. ഒരു ക്ലിനിക്കൽ അറ്റൻഷൻ വേണ്ട, അതിന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ക്ലിനിക്കൽ ഡിസോർഡേഴ്സിനെയാണ് ആക്സിസ് 1 ഡിസ്ക്ലോഡിംഗ് ഇൻക്ലൂഡിംഗ് ഏതൊക്കെയാണ്? ആൻസൈറ്റി ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, സിസോഫ്രീനിയ, അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ് യൂഷ്വലി ഫസ്റ്റ് ഡയഗ്നോസിസ് ഡ്യൂറിംഗ് ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസെൻസിൽ വരുന്ന പ്രശ്നം. ഇതൊക്കെ എക്സെപ്റ്റ് ഫോർ മെന്റൽ റിട്ടാർഡേഷൻ which is coded axis 2. മെന്റൽ റിട്ടാർഡേഷൻ ഒഴികെയുള്ള ബാക്കിയുള്ളത്. മെന്റൽ റിട്ടാർഡേഷൻ വരുന്നത് ആക്സിസ് 2 ആക്സിസ് 1 ആൾസോ ഇൻക്ലൂഡ്സ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. അതിൽ ആക്സിസ് 1 വരുന്നതാണ്. ഇതിൽ കുറെയൊക്കെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അഡോളസൻസും അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കിട്ടും. ഏകദേശം ഒരു ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, മൂഡ് ഡിസോർഡേഴ്സും ഇങ്ങനെയൊക്കെ അതൊക്കെ വരുന്നത് ആക്സിസ് 1 ആക്സിസ് ഏതായാലും മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രധാന മാറ്റം ഇതിൽ ഈ 4 TR ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതിൽ വരുന്ന മറ്റൊന്നൊക്കെ മറ്റ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വരുന്നുണ്ട്, അക്കാഡമിക്, അതുപോലെ ഒക്യുപ്പേഷണൽ പ്രോബ്ലംസും, പിന്നെ ബ്രീവ്മെന്റ്, അതുപോലെ കണ്ടീഷൻസ്, ഇതൊക്കെ ഇതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. ആക്സിസ് 1 ഉൾപ്പെടുത്തിയതാണ്. മെന്റൽ റിട്ടാർഡേഷൻ നമ്മൾ പറഞ്ഞു, അത് വരുന്നത് ആക്സിസ് 2 ഇനി ആക്സിസ് 1 ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് കാറ്റഗറീസ് ആർ ഫോർ. ഇത് ശേഷം ഈ ആക്സിസ് 1 ഡീപ്പായിട്ട് ഒന്നും കൂടി പരിചയപ്പെടുത്താണ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നൊക്കെ. അതിന്റെ കാറ്റഗറീസ് വരുന്ന ഒന്ന്, ഡിസോർഡേഴ്സ് യൂഷ്വലി ഫസ്റ്റ് ഡയഗ്നോസ് ഇൻ ഇൻഫാൻസിയിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഡിസോർഡേഴ്സ് ഒക്കെ ഈ ആക്സിസ് 1 വരുന്നത്. പിന്നെ ചൈൽഡ്ഹുഡിലും അതുപോലെ തന്നെ അഡോൾസൻസിൽ വരുന്ന ഡിസോർഡേഴ്സ് ഒക്കെ ഈ ആക്സിസ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഡെലീരിയം, ഡിമെൻഷ്യ, അംനെസ്റ്റിക്, അതുപോലെ അതർ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. ഡെലീരിയം നമ്മൾ അറിയാം, എന്താ പറയാ, ഭ്രമം അല്ലായിരുന്നു ഡെലീരിയം, ഭ്രമം എന്നുള്ളതാണ് ഡെലീരിയം. അതുപോലെ ഡിമെൻഷ്യ, പിന്നെ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാല് പിന്നെ ശരിക്കും ഒരു പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിസോർഡറിനാണ് ഡിമെൻഷ്യ എന്ന് പറയാം. മെന്റൽ പ്രോസസ്സിന്, ബ്രെയിൻ ഡിസീസിന് അല്ലെങ്കിൽ ഇഞ്ചുറി കാരണത്താൽ ഉണ്ടാവുന്ന ഒരു മെന്റൽ പ്രോസസ്സിന് ഉണ്ടാവുന്ന ഒരു പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസോർഡറിനാണ് ഡിമെൻഷ്യ എന്ന് പറയാം. അതൊക്കെ ഈ ആക്സിസ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അംനെസ്റ്റിക് നമുക്ക് അറിയാലോ, അതർ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സും അതുപോലെയുള്ള കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്പീച്ച് ഡിസോർഡേഴ്സും അതൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും വരിക. കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം, എനിക്ക് ഉറപ്പില്ല. അതിലും കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ ഈ ആക്സിസ് 1 ഇനി മൂന്നാമത്തത്, മെന്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു എ ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് നോട്ട് എൽസ്വേർ ക്ലാസിഫൈഡ്. മെന്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ജനറൽ മെഡിക്കൽ കണ്ടീഷൻ കാരണം ഉണ്ടാവുന്ന മെന്റൽ ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, സിസോഫ്രീനിയ, അതുപോലെ സൈക്കോട്ടിക്, മറ്റുള്ള പിന്നെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡർ, ആൻസൈറ്റി ഡിസോർഡർ, മുകളിൽ പറഞ്ഞൊക്കെ തന്നെ. പിന്നെ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്, അതിന്റെ ഒന്നും കൂടി ആ ഡിസോർഡറിന്റെ പേര് വെച്ചിട്ട് ഡീപ്പായിട്ട് പറഞ്ഞു എന്ന് മാത്രം. സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്, ഫാക്ഷനസ് ഡിസോർഡേഴ്സ്, ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്, സെക്സ്വൽ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡേഴ്സ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് ആൻഡ് നോട്ട് എൽസ്വേർ ക്ലാസിഫൈഡ്. പിന്നെ അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, അതർ കണ്ടീഷൻ ദാറ്റ് മേ ബി എ ഫോക്കസ് ഓഫ് ക്ലിനിക്കൽ അറ്റൻഷൻ. അങ്ങനെയുള്ള ക്ലിനിക്കൽ അറ്റൻഷൻ വേണ്ട സംഗതികളൊക്കെ ആക്സിസ് 1 ഉൾപ്പെടുത്തി. ഇനി ആക്സിസ് 2 നോക്കാം. ഓക്കെ, മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ ആട്ടത്. അപ്പൊ അത് ഓർമ്മിക്കുക. ആക്സിസ് 2 എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും മെന്റൽ റിട്ടാർഡേഷനും. നമ്മള് പിന്നെ ഈ മെന്റൽ റിട്ടാർഡേഷൻ നേരത്തെ പറഞ്ഞ ആക്സിസ് 2 ഉൾപ്പെടുത്തിയത്. ഈ ഡിസോർഡേഴ്സ് എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ആ ഡിസോർഡർ ഒരു ക്ലിനിക്കൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡിസോർഡർ, ആ ഡിസോർഡറും അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. സംഗതി പിന്നെ ഈ ഇതിൽ ഉണ്ടാവുന്ന പ്രശ്നം കാരണം ഉണ്ടാകുന്ന തന്നെയായിരിക്കും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് രണ്ട് ക്ലാസിഫിക്കേഷനിലായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിൽ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. Personality disorders are enduring and rigid patterns of maladaptive behavior that typically impair relationships with other and social functioning. This includes, just wait, bang കൊടുക്കുന്നുണ്ട്. ഷെയർ ചെയ്തിരുന്നു അല്ലേ? എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി നോക്കിയത്. ഇപ്പൊ പിന്നെ ഒഴിവാക്കിയാൽ ശ്രദ്ധിക്കാൻ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കുന്ന വെച്ചാലേ ഇത് പെട്ടെന്ന് നമുക്ക് തീർത്താൽ ഇതൊന്നും നമ്മൾ ഡിസ്കസ് കൂടെ ചെയ്യുമ്പോൾ അത് കണക്റ്റ് ആയിട്ട് അവിടെ നിൽക്കും, മൈൻഡിൽ നിൽക്കും. അത് ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് DSM-നെ പരിചയപ്പെടലും ICD-യെ പരിചയപ്പെടലും ഈ DSM-ന്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കലും ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഈ യൂണിറ്റിൽ വരുന്ന കാര്യം ഓരോ ഡിസോർഡേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഓരോ ഡിസോർഡേഴ്സിന്റെ യൂണിറ്റുകൾ ഇനിയും വരാനിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കൂടുതൽ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ടിയില്ല. മുസദ്ദിഖ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നന്നായി. വേണ്ട 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 5 മിനിറ്റ് നിന്റെ ഔദാര്യം എനിക്ക് വേണ്ടടാ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. താങ്ക് യു മുസദ്ദിഖ്. പിന്നെ ഇതിൽ വരുന്ന ആക്സിസ് 2 വരുന്ന സംഭവം നമ്മൾ ഈ പറഞ്ഞതാ. ഈ ആക്സിസ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത് ആന്റി സോഷ്യൽ, പാരനോയിഡ്, നാർസിസ്റ്റിക്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, മെന്റൽ റിട്ടാർഡേഷൻ, ഇതൊക്കെ ആക്സിസ് 2 വിച്ച് ഈസ് ആൾസോ കോഡഡ് ഓൺ ആക്സിസ് 2 ഇൻവോൾവ്സ് പെർവേസീവ് ഇന്റലക്ച്വൽ ഇമ്പയർമെന്റും ഒക്കെ ഇതിൽ വരുന്ന ഇതാണ്. ഇതിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് നേരത്തെ മറ്റേ പറഞ്ഞതുപോലെ തന്നെ പറയാണ്.
അതിൻ്റെ പേരടക്കം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഷിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഷിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, മെന്റൽ റിട്ടാർഡേഷൻ. അതിന് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ കേൾക്കാത്തുള്ളൂ തോന്നുന്നു. ഏതായാലും ഈ പേരൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ ഇനി വരുന്ന യൂണിറ്റുകൾ നമുക്ക് എളുപ്പമാകാൻ സാധ്യതയുണ്ട്. ഇനി ഓരോ പേരിലായിരിക്കും ഇനി യൂണിറ്റ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ആക്സിസ് 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ആക്സിസ് 3 ഉണ്ട്. ആക്സിസ് 3 വരുന്നത് ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഹൈപ്പോതൈറോയിഡിസം, ഡയറക്റ്റ് കോസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് മൂഡ് ഡിസോർഡർ സച്ച് ആസ് മേജർ ഡിപ്രഷൻ. അതായത് മൂഡ് ഡിസോർഡറിനെ ഡയറക്റ്റ് കോസ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള സാധനമാണ് എന്ത് ആക്സിസ് 3 എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ ഏർപ്പെടുത്തിയത്. മൂഡ് ഡിസോർഡർ ആക്സിസ് 1 പക്ഷെ അതിനെ ഡയറക്റ്റ് ഇതാവുന്ന ഡിപ്രഷനെയൊക്കെ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള ഡിസോർഡറുകളെയാണ് എന്ത് ചെയ്യുന്നത് ആക്സിസ് 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് പ്രസൻസ് ഓഫ് ഹേർട്ട് കണ്ടീഷൻ മേ ഡിറ്റർമൈൻ വെദർ എ പാർട്ടിക്കുലർ കോഴ്സ് ഓഫ് ഡ്രഗ് തെറാപ്പി ഷുഡ് ബി യൂസ്ഡ് വിത്ത് എ ഡിപ്രസ്ഡ് പേഴ്സൺ. പിന്നെ അതുപോലെ ആക്സിസ് 4 ആണ്. പിന്നെ സൈക്കോ സോഷ്യൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. എക്സാമ്പിൾ പറയുമ്പോൾ കണക്ട് ആവുന്നത് സൈക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ദാറ്റ് എഫക്ട് ദി ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓർ ഔട്ട്കം ഓഫ് എ മെന്റൽ ഡിസോർഡർ ആർ പ്ലേസ്ഡ് ഓൺ ആക്സിസ് 4. ഇതൊക്കെയാണ്. അതായത് ഒരു മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഔട്ട്കമിനെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഡയഗ്നോസിസിനെ എഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെയാണ് ആക്സിസ് 4 വരുന്നത്. അത് എക്സാമ്പിൾ ഇതാ ഇവിടെ കൊടുക്കുന്നു. ജോബ് ലോസ്, മാരിറ്റൽ സെപ്പറേഷൻ, ഡൈവോഴ്സ്, പിന്നെ ഹോംലെസ്നെസ്, ഇൻഎഡ്യൂക്കേറ്റ് ഹൗസിംഗ്, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഡെത്ത് ഓർ ലോസ് ഓഫ് എ ഫ്രണ്ട്, ഇതൊക്കെ അതിലാണ് വരുന്നത്. സം പോസിറ്റീവ് ലൈഫ് ഇവന്റ്സ് സച്ച് ആസ് എ ജോബ് പ്രൊമോഷൻ മേ ആൾസോ ബി ലിസ്റ്റഡ് ഓൺ ആക്സിസ് 4. അതൊക്കെ എന്തായിട്ടുണ്ട് ഇവർ ഡിസോർഡറിലെ ആൾക്കാരൊക്കെ പെടുത്തിയല്ലേ, ജോബ് പ്രൊമോഷൻ വരെ. അപ്പൊ അതൊക്കെ ഇതിൽ പോസിറ്റീവ് ലൈഫ് ഇവന്റ്സ് പോലും ഇതിൽ എന്തായിട്ടുണ്ട് ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആക്സിസ് 4. അത് ചിലപ്പം ആങ്സൈറ്റിക്കോ മറ്റോ കാരണമാണ് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അതൊക്കെ എന്താണോ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം. ജോബ് പ്രൊമോഷൻ, അതായത് പോസിറ്റീവ് ലൈഫ് ഇവന്റ്സും സച്ച് ആസ് എ ജോബ് പ്രൊമോഷൻ എക്സാമ്പിളും പറയുന്നുണ്ട്. അതും ഇതിൽ ഉൾപ്പെടുത്തിയ ആക്സിസ് 4 ഉൾപ്പെടുത്തിയേക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നത് അതൊന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താണ് ഒരു ഇതൊക്കെ വരച്ചിട്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സൈക്കോ സോഷ്യൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അതിൽ പ്രോബ്ലം കാറ്റഗറീസ് വേറെയും എക്സാമ്പിൾസും. ഇത് വായിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു, കാരണം ഇപ്പൊ പറഞ്ഞ സാധനം തന്നെയാണ്. അതൊന്നും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രോബ്ലംസ് പ്രൈമറി സപ്പോർട്ട് ഗ്രൂപ്പ് അതിൽ കൊടുത്തത് ഡെത്ത് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, മാരിറ്റൽ, അത് നേരത്തെ പറഞ്ഞതാണൊക്കെ. അതിലിങ്ങനെ അത് പിന്നെ സോഷ്യൽ എൻവയോൺമെന്റുമായി റിലേറ്റഡ് ആയ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഡെത്ത് ഓർ ലോസ് ഓഫ് എ ഫ്രണ്ട്, അതൊക്കെ പറഞ്ഞു. സോഷ്യൽ ഐസൊലേഷൻ, ലിവിങ് അലോൺ, ഇതൊക്കെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ സൈക്കോ സോഷ്യലും എൻവയോൺമെന്റൽ പ്രോബ്ലംസും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഈ പറഞ്ഞ തന്നെയാണ്. ഓക്യുപ്പേഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്യുപ്പേഷനിൽ നിന്ന് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്, നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഇല്ലാതിരിക്കുക, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വിത്ത് ബോസ്, അതുപോലെ കോ വർക്കേഴ്സ്, ഇതൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇതൊക്കെയാണ്. പിന്നെ ജോബ് മാറുക, ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ആവുക, പിന്നെ അതുപോലെ ജോബ് നഷ്ടപ്പെടുന്നുള്ള പേടി, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഒക്യുപ്പേഷണൽ പ്രോബ്ലംസിലാണ് വരുന്നത്. അതൊക്കെ ഏത് ആക്സിസിലാണ് വരുന്നത്? പെട്ടെന്ന് പറയൂ. 4 അല്ലേ? യെസ്, ആക്സിസ് 4 വരുന്നതാണ്. അപ്പോ അതുപോലെ ഹൗസിംഗ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാ ഇൻഅഡിക്വേറ്റ് ഹൗസിംഗ്, ഹോംലെസ്നെസ്, ലിവിങ് ഇൻ ആൻഡ് അൺസേഫ് നെയ്ബർഹുഡ്, നമ്മളെ സാധാ സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് അതൊക്കെ. പ്രോബ്ലംസ് വിത്ത് നെയ്ബേഴ്സ്, പിന്നെ അതുപോലെ ലാൻഡ് ലോഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഹൗസിംഗ് പ്രോബ്ലം. എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് വിത്ത് ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസസ് ഉണ്ട്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇന്ററാക്ഷൻ വിത്ത് ദി ലീഗൽ സിസ്റ്റം, ക്രൈം, അതെന്താണ് അറസ്റ്റ്, ഇംപ്രിസൺമെന്റ്, ബിക്കമിങ് ഇൻവോൾവഡ് ഇൻ എ lawsuit or trial, being a victim of crime. Other psychosocial problems കൂടി നോക്കാം. നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, വാർ ഓർ അതർ ഹോസ്റ്റിലിറ്റീസ്,
അതൊക്കെയാണ് അതർ സൈക്കോ സോഷ്യൽ യെസ്, വാറും പിന്നെ ഇതൊക്കെ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇത് പറയുന്നത് പ്രോബ്ലംസ് വിത്ത് കെയർ ഗീവേഴ്സ്, അതർ സോഷ്യൽ സൈക്കോ സോഷ്യൽ വരുന്നതിൽ പെടുന്നതാണ് അതൊക്കെ. സോ പ്രോബ്ലംസ് വിത്ത് കെയർ ഗീവേഴ്സ് ഔട്ട്സൈഡ് ദി ഫാമിലി സച്ച് ആസ് കൗൺസിലേഴ്സ്, പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ഫിസിഷ്യൻസ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് സോഷ്യൽ സർവീസ് ഏജൻസീസ്, ഇതൊക്കെ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് വരുന്നതാണ്. ഇനി ആക്സിസ് 5 ആണ്. ആക്സിസ് 5 വരുന്നത് ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് റിലേഷണൽ ഫങ്ഷനിങ് എന്ന് പറഞ്ഞ സംഭവമാണ്. പിന്നെ ആക്സിസ് 5 വരുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ ദ ക്ലിനീഷ്യൻസ് റേറ്റ്സ് ദി ക്ലയൻസ് കറന്റ് ലെവൽ ഓഫ് സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ് യൂസിങ് ഒരു സ്കെയിൽ വെച്ചിട്ട് അളക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരു 0 to 100 വെച്ചിട്ട് അതിനിങ്ങനെ അവർ മെഷർ ചെയ്യാണ്. ആ മെഷർ ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള ടൈപ്പിനെയാണ് പ്രത്യേകം ഒരു ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് റിലേഷണൽ ഫങ്ഷനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്സിസ് 5 ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതായത് ഓരോ ഡിസോർഡർ ഒരു പിന്നെ ഇത് ഫങ്ഷനിങ്, ആ കറണ്ട് ഫങ്ഷനിങ് എങ്ങനെയാണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇത് ചെയ്യുന്നത് അതിന്റെ ഇന്റൻസിറ്റി അത് ഇതാണ് ഈ ആക്സിസ് 5 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പിന്നെ പറയുന്നത് കുറച്ച് കോഡുകളും പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊന്നും കൂടി ഡീപ്പായിട്ട് പറയുകയാണ്. അതായത് ആ 0 to 100 വരെ ഇവര് അതിനെ ആ അസസ്മെന്റിന്റെ സ്കെയില് ഉൾപ്പെടുത്തിയതിൽ തന്നെ അത് 91 to 100 ഏതൊക്കെ അതിൽ പിന്നെ സിവിയോറിറ്റി ഓഫ് സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഓരോന്നും പറയുന്നുണ്ട്. അത് 91 to 100 വരുന്ന സുപ്പീരിയർ ഫങ്ഷനിങ് അക്രോസ് എ വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് ആണ് വരുന്നത്. അങ്ങനെ ഓരോന്നും വായിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു, വായിച്ചിട്ട് കാര്യമില്ലത്. കാരണം തന്നെയാണ് ആ സ്കെയിലിന്റെ ഒരു ഇത് മാത്രം ഡീറ്റെയിൽ കൊടുത്തതാണത്, കുറെ വായിക്കാനുണ്ടാവും അങ്ങനെ ആകുമ്പോൾ. ലാസ്റ്റത്തെ ഒന്നും കൂടി 1 to 10 വരുന്നത് ദ പെർസിസ്റ്റന്റ് ഡേഞ്ചർ ഓഫ് സിവിയർലി ഹേർട്ടിങ് സെൽഫ് ഓർ അതേഴ്സ് ഓർ പെർസിസ്റ്റന്റ് ഇനാബിലിറ്റി ടു മെയിൻറ്റെയിൻ മിനിമൽ പേഴ്സണൽ ഹൈജീൻ ഓർ സീരിയസ്ലി സൂയിസൈഡൽ ആക്ട്, ഇതൊക്കെ 1 to 10 സ്കെയിൽ വരുന്നതാണ്. ലാർജ്ലി ഇൻകോഹറന്റ് ഓർ മ്യൂട്ട് സീരിയസ് സൂയിസൈഡൽ അറ്റംപ്റ്റ്, റീകറന്റ് വയലൻസ്, ഇതൊക്കെയാണ് അതിന്റെ പിന്നെ ഇതായിട്ട് എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഗ്ലോബൽ ഗാഫ് എന്നാണ്, ഗ്ലോബൽ അസസ്മെന്റ് ഫങ്ഷനിങ് ഗാഫ്, അതാണ് ഏത് ആക്സിസ് 5 എന്ന് ഓർമ്മിച്ചാൽ മതി. ആക്സിസ് 5 ഗാഫ് എന്ന് ഓർമ്മിച്ചാൽ മതി, ഗ്ലോബൽ അസസ്മെന്റ് ഫങ്ഷനിങ്. അതിങ്ങനെ ആ ഈ സ്കെയിലും ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് ഒരു ഭാഗം വരുന്നത് ഇവാലുവേഷൻ ആണ്. DSM 40 ഇവാലുവേഷൻ അതിൽ മൊത്തത്തിൽ DSM-ന്റെ ഒരു ഇവാലുവേഷൻ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഹെഡിങ് അങ്ങനെയാണെങ്കിലും DSM-നെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ ആണ് ഇതിൽ വരുന്നത്. അതിൽ നമുക്ക് കുറെ രീതിയിൽ നമുക്ക് സ്വന്തം തന്നെ എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് പറയുന്നത്. പിന്നെ DSM ഹാസ് പ്രൊവൈഡഡ് എ കോമൺ ലാംഗ്വേജ് ഫോർ ഡിസ്കസിങ് ഡയഗ്നോസിസ്. അതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലസും ഒക്കെ പറയുന്നുണ്ട്. അതിൽ പിന്നെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു രോഗത്തെ പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും, ഓരോന്നിന്റെയും സിംറ്റംസ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയൊക്കെ തന്നെ സാധാരണ നമ്മൾ പറയുന്ന ഇവാലുവേഷൻ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അത് പിന്നെ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൃത്യമായതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഇതാക്കാനൊക്കെ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഡ്വാൻറ്റേജസ് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസും കുറച്ച് പറയുന്നുണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഒരു മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുള്ളൂ. കാരണം അഡ്വാൻറ്റേജ് നമുക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഉള്ളത്. പിന്നെ ഇതിൽ പറയുന്ന ഒന്ന് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ആണ് ഒന്നാമത്തെ ഇതിന്റെ ഇതായിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അത് ക്രിറ്റിസിസ് ആയിട്ട് ചോദിക്കാൻ നമുക്ക് എഴുതാൻ പറ്റും. വാലിഡിറ്റി റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന മോസ്റ്റ് ഫണ്ടമെന്റൽ സയന്റിഫിക് ക്രിറ്റിസിസം ഓഫ് ദി DSM കൺസേൺസ് ദി വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇറ്റ്സ് ഡയഗ്നോസിസ്. എന്നാൽ ഈ വാലിഡിറ്റി റിലയബിലിറ്റി ആയിരിക്കും ഒന്ന് കണക്ട് ചെയ്യാവോ? ഓർമ്മയുണ്ടോ? റിസർച്ചിലുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിലയബിലിറ്റി ആദ്യം പറയും. റിസർച്ച് ആദ്യം റിലയബിലിറ്റി ആണ് അവർ പറയുന്നത്. ഓർമ്മയുണ്ടോ? ശരിക്കും യെസ്, കൺസിസ്റ്റൻസി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയും വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അക്യുറസിയും, അതായത് പിന്നെ അത് കൃത്യമായിട്ടുള്ള ഒരു ഇത്, അതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിലയബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ കൺസിസ്റ്റൻസി, അത്
പിന്നെ ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരു ടൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് റിലയബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അടുത്ത സ്ഥലത്തും അത് ഉപയോഗിക്കാൻ പറ്റണം, റിലയബിൾ ആവണമെങ്കിൽ. അങ്ങനെയുള്ളതാണ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യത, അതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് വാലിഡിറ്റി റിലയബിലിറ്റിക്കും പ്രോബ്ലം ഉണ്ട്. DSM കൺസേൺസ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇറ്റ്സ് ഡയഗ്നോസ് ചെയ്യുന്നതിൽ അതിന് വാലിഡിറ്റി റിലയബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. കാരണം പിന്നെ ഇതിൽ പറയുന്നത് റഫ്ലി to whether the disorders it defines are actually real conditions in people in the real world that can be consistently identified by its criteria. These are long-standing criticism of the DSM, originally highlighted by the Rosenhan experiments in the 1970s and continuing despite some improved reliability since the introduction of more specific role-based criteria for each condition. ഇതാണ് ഇതിന്റെ ഇത് പറയുന്നത്. പിന്നെ DSM വാലിഡിറ്റി റിലയബിലിറ്റി കുറവുണ്ട്, കാരണം പിന്നെ അതുപോലെ പിന്നെ വാലിഡിറ്റിയും അതിന് ഇല്ല എന്നാ പറയുന്നത്. ഇറ്റ് ഹാസ് നോ റിലേഷൻ ടു ആൻ അഗ്രീഡ് സയന്റിഫിക് മോഡൽ ഓഫ് mental disorders and therefore the decisions taken about its categories, even the questions of categories with dimensions categoriesum അതുപോലെ ഡയമെൻഷൻസും ഇതിന്റെയൊക്കെ ചെയ്യുന്നതിൽ പോലും ഒരു കൃത്യമായ ഒരു വാലിഡിറ്റിയോ റിലയബിലിറ്റിയോ അതിനില്ല. അതങ്ങനെ ഒരു കൃത്യതയില്ല എന്നർത്ഥം. ആ രീതിയിൽ ചെയ്തതാണ്, അതുകൊണ്ട് അതിന് പ്രശ്നമുണ്ടെന്നാണ് ക്രിറ്റിസിസം വന്നിരിക്കുന്നത്. അത് ഇവർക്ക് ഇതിൽ പെടാത്ത ടീം ക്രിറ്റിസൈസ് ചെയ്തതായിരിക്കും. വേർ നോട്ട് സയന്റിഫിക് വൺസ്, അതുകൊണ്ട് അത് സയന്റിഫിക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സയന്റിഫിക് ആവണമെങ്കിൽ റിലയബിലിറ്റിയും വാലിഡിറ്റിയും വേണം, അത് ഇതിനില്ല. അതുപോലെ ഓക്കെ, പിന്നെ പറഞ്ഞത് അടുത്തൊരു ഇത് പറയണം. ഒന്ന് വാലിഡിറ്റി റിലയബിലിറ്റി, പിന്നെ ഒന്ന് സൂപ്പർഫിഷ്യൽ സിംറ്റംസ്. ഇവിടെയും പറയുന്ന ഈ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് വെറുതെ ഒരു സൂപ്പർഫിഷ്യൽ സിംറ്റംസ് മാത്രമാണ് ഇതിലൊക്കെ ഓരോ ഡിസോർഡറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പറയുന്നത്. ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നമ്മളൊരു എന്താ പറയാ, ഈ മലയാളത്തില് ഒരു അതിന്റെ മുകളിൽ കാണുന്ന സർഫേസ് ലെവൽ കാണുന്ന മലയാളത്തിൽ പറയാം എന്തോ ഒരു പേരുണ്ടല്ലോ, സൂപ്പർഫിഷ്യൽ ഓക്കെ കിട്ടുന്നില്ല, പോട്ടെ. ഒരു സൂപ്പർഫിഷ്യൽ സിംറ്റംസ് മാത്രമാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതിന്റെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഇതൊന്നും എന്തായിട്ടില്ല, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത് പിന്നെ ക്രിറ്റിസൈസ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഇതിലും പറയുന്നുണ്ട്, ഇതൊക്കെ അവരുടെ പേരും ഉണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നവരുടെ. The manual recognizes a psychological cause of mental disorder, example PTSD, so that it negates its only possible justification. എന്നും പറഞ്ഞിട്ട് ഈ PTSD-ന്റെ ഒക്കെ, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ഒക്കെ, അതിലൊരു എന്താ പറയാ, ഒരു സൂപ്പർഫിഷ്യൽ സിംറ്റംസ് മാത്രമാണ് ഓരോ ഡിസോർഡറിന്റെയും പറയുന്നത് ഇതിൽ നിന്നാണ് അവർ പറയുന്നത്. പിന്നെ സൂപ്പർഫിഷ്യൽ സിംറ്റംസ് ആണെന്ന് പറഞ്ഞു. പിന്നൊന്ന് പറയുന്നത് അൺജസ്റ്റിഫൈഡ് കാറ്റഗറിക്കൽ ഡിസ്റ്റിങ്ഷൻസ് ആണ്. ഒരു ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റഗറിക്കൽ ഡിസ്റ്റിങ്ഷൻസ് ആണ് പിന്നെ ഇവർ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റൂല. ഡിസ്പൈറ്റ് caveats the introduction to the DSM, it has a long been argued that this system of classification makes unjustified categorical distinctions between disorders and uses arbitrary cutoffs between normal and abnormal. Psychiatric review noted that attempts to demonstrate natural boundaries between related DSM syndromes or between common DSM syndrome and normality have failed. ഇത് ഇയാൾ തന്നെയാണല്ലോ ഇത് മൊത്തത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളല്ലേ, ദലാൽ. എന്നായിരിക്കും വായിക്കലും തോന്നുന്നു, ദലാൽ ആൻഡ് ശിവകുമാർ, ഇവരാണ് ക്രിറ്റിസൈസ് ചെയ്തത്. പിന്നെ പറഞ്ഞതെന്ന് കൾച്ചറൽ ബയാസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. കൾച്ചറൽ ബയാസ് ഉണ്ട് ഇതിൽ. കാരണം ഒരു
ഓരോ കൾച്ചറിലുള്ള ആളുകൾ ഈ സിംറ്റംസും ഇവരൊക്കെ ക്ലാസിഫൈ ചെയ്ത സിംറ്റംസും അതുപോലെ ഇതിനെ ഇത് ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാനൊന്നും കഴിയൂല. കാരണം ഓരോ കൾച്ചറിലും ഇതിന്റെ സിംറ്റംസും മറ്റൊക്കെ വലിയ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ അതൊന്നും ഉൾപ്പെടുത്താതെ ഇവർ വെറും US ബേസ് ആയിട്ടുള്ള അവിടെയുള്ള കുറച്ച് പഠനങ്ങളൊക്കെ നടത്തി അവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്താണ് ഉണ്ടാക്കിയ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ്. അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കൾച്ചറൽ ബയാസിൽ. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഇന്ത്യൻ കൾച്ചറും ഇതൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ അവിടെ ഒന്നും അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരൂല. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് കമ്പനീസ്, അത് ലാസ്റ്റ് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ക്രിറ്റിസിസത്തിലെ. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് കമ്പനീസ്, ഇവർ ഡ്രഗ് കമ്പനീസ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്നുള്ള ഒരു കമ്മീഷൻ പറ്റിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് എല്ലാം ഒരു ഡിസോർഡർ ആയിട്ടൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പലതും ഡിസോർഡർ ആയിട്ട് എണിക്കാൻ പോലും പറ്റൂല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ചില പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, ജോബ് പ്രൊമോഷൻ പോലെയുള്ള സംഗതികളും ഡിസോർഡറിന്റെ കണത്തിലൊക്കെ പെടുത്തിയെന്നൊക്കെ. അപ്പൊ അതുപോലെ പല സംഗതിയിൽ പെടുത്തിയിട്ടുണ്ട്. പല ആൻസൈറ്റി ടൈപ്പ് തന്നെ പലതും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിസോർഡർ എന്നായിട്ട് പരിഗണിക്കേണ്ടാത്ത സംഗതികളൊക്കെ പെടുത്തിയതൊക്കെ ഈ ഡ്രഗ് കമ്പനീസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ഒക്കെ കാരണമാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തതാണെന്നാണ് വേറൊരു ക്രിറ്റിസിസം പറയുന്നത്. ഏതായാലും ഇതോടുകൂടി നമ്മൾ യൂണിറ്റ് കഴിയുന്നു. ഈ അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എല്ലാത്തിലും ആഡ് ചെയ്യാം, ടൈം ഉണ്ട്. അതാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയത്. അവസാനം നിങ്ങൾ ആഡിങ്സും കൂടെ കിട്ടിയാൽ എനിക്കും ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും. ഏതായാലും നമുക്കിനി ICD കുറിച്ചും DSM കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും. അതേ കാര്യമായിട്ടുള്ളൂ. DSM ഇവാലുവേഷൻ, ICD പിന്നെ അതുപോലെ DSM അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ. DSM ക്ലാസിഫിക്കേഷനിൽ നമ്മൾ മെയിനായിട്ട് ഓർമ്മിക്കേണ്ടത് പിന്നെ 3 കോമ്പണൻസ് അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 3 മെയിനായിട്ട് കോമ്പണൻസ്, അത് ആർക്കും ഓർമ്മയുണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്തോ. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അതുപോലെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, പിന്നൊന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഓർമ്മയില്ല, ഞാൻ ഇപ്പൊ പറയാം. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്, ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഇവർ പറഞ്ഞ മേജർ കമ്പണൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞത് DSM. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പിന്നെ ആക്സിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പരിചയപ്പെട്ടു. അതിൽ പിന്നെ ആക്സിസ് 1 മുതൽ എന്തുണ്ട് 5 വരെ ഉണ്ട്. 1 വരുന്നത് ഒരു മൂഡ് ഡിസോർഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് 1 വരുന്നത്. 2 മെന്റൽ റിട്ടാർഡേഷനും അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ 2 വരുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ ആണ് DSM പറഞ്ഞ DSM-4 TR ഉൾപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഇയർ വെറുതെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. DSM തുടങ്ങിയത് എപ്പോഴാണെന്ന് ആർക്കും ഓർമ്മയുണ്ടോ? DSM സ്റ്റാർട്ടിങ് എപ്പോഴായിരുന്നു DSM-1 പബ്ലിഷ് ചെയ്തതെന്നുള്ളത്? അതിനെക്കുറിച്ച് പഠനം നടന്നത് പറയുന്നുണ്ട്. അതിനുശേഷം അത് പബ്ലിഷ് പിന്നെ ഇത് തീരുമാനമായത് പറയുന്നുണ്ട്. പിന്നെ പബ്ലിഷ് ചെയ്തതും പറയുന്നുണ്ട്. 1950 ഇവർ അതിനെക്കുറിച്ച് ഇത് നടത്തുന്നത്. 51 അവരെന്ത് ചെയ്യുന്നു, ഇത് പാസ്സാക്കുന്നു. ആ കമ്മിറ്റി പാസ്സാക്കിയിട്ട് പിന്നെ പബ്ലിഷ് ചെയ്യുന്നത് ാണ് ഫസ്റ്റ്. പിന്നെ കുറിച്ച് പറഞ്ഞു 00 മുതൽ F99 വരെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ICD-10 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻ അപ്രോച്ചുകൾ പറഞ്ഞു. 3 ടൈപ്പ് അപ്രോച്ചുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്രോച്ചുകൾ ആയിരിക്കും ഓർമ്മയുണ്ടോ? 3 ടൈപ്പ് അപ്രോച്ചുകൾ ക്ലാസിഫിക്കേഷനിൽ വന്ന. എൻ്റെ വോയിസ് കേൾക്കുന്നില്ലേ? വെറുതെ ഒന്ന് ഓർത്തൊക്കെ എന്തെങ്കിലും. ഒന്ന് കാറ്റഗറിക്കൽ അപ്രോച്ച്, ഡയമെൻഷനൽ അപ്രോച്ചും, കാറ്റഗറിക്കൽ അപ്രോച്ച്, ഡയമെൻഷനൽ അപ്രോച്ച്, പ്രോട്ടോടൈപ്പിക്കൽ അപ്രോച്ച്. അല്ല, ഇതോടുകൂടി എനിക്ക് തോന്നുന്നു ഇനിയുള്ള ലെസൺസ് ഒക്കെ ഇപ്പൊ പറഞ്ഞ ഈ ഇതിലുള്ള ഓരോ ഡിസോർഡേഴ്സും ആയതുകൊണ്ട് എളുപ്പമായിരിക്കും. ഇത് കുറച്ചൊന്ന് ഒരു മടുപ്പിക്കുന്ന സാധനമായിട്ട് എനിക്ക് തോന്നിയത്. എനിവേ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള സമയമുണ്ടല്ലോ. ഞാന് ഫിക്സറോട് ചോദിക്കുകയാണ്. ഞാനിപ്പം ക്ലിനിക്കലല്ല, എന്നാലും ക്ലാസ് കേൾക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. എനിക്കാണ് ഫീൽഡിൽ വായിക്കാൻ ഇങ്ങനെ. Classification of psychological disorders refers to the process to construct categories of abnormal behaviors and to assign people to these categories on the basis of their behavioral attributes and dysfunctional symptoms. It fulfills the basic purposes of communication, control, comprehension, distinction. നമ്മൾ പറഞ്ഞ points. It fulfills the basic purpose എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ, comprehension, distinction, prognosis and prediction of psychological disorders. ഇതിലിപ്പോൾ നമുക്ക് തിരിയാത്ത പ്രോഗ്നോസിസ് ആയിരിക്കും. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് പിന്നെ ഇങ്ങനെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്നും അവരെങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതും ആ ഡിസോർഡറിനെ കോംപ്രിഹെൻഡ് ചെയ്യാനും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനും അതിനെ ഡയഗ്നോസ് ചെയ്യാനും ഒക്കെയാണ് ഇതിന്റെ ഈ ക്ലാസിഫിക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റ് യൂസ് 3 അപ്രോച്ചസ് ടു അങ്ങനെ ആ ക്ലാസിഫൈ ചെയ്യുന്നതിന് 3 അപ്രോച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ആ അപ്രോച്ചാണ് ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ ചോദിച്ചത്. അതിൽ അപ്രോച്ചുകൾ യൂസ് 3 അപ്രോച്ച് ഉപയോഗിച്ചു. സ്ട്രാറ്റജീസ് ടു ക്ലാസിഫൈ ഡിസോർഡേഴ്സ്. കാറ്റഗറിക്കൽ അപ്രോച്ച് 1, ഡയമെൻഷനൽ അപ്രോച്ച് 1, പ്രോട്ടോടൈപ്പിക്കൽ അപ്രോച്ച് 1. കാറ്റഗറിക്കൽ അപ്രോച്ച്, ഡയമെൻഷനൽ അപ്രോച്ച്, പ്രോട്ടോടൈപ്പിക്കൽ അപ്രോച്ച്. കാറ്റഗറിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓരോന്നും വേർതിരിച്ച് ഓരോ കാറ്റഗറി ആയിട്ട് പറയാം. ഡയമെൻഷനൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മൈൽഡ്, സിവിയർ, മോഡറേറ്റ്, അങ്ങനെ ആ രീതിയിൽ പറയാം. പ്രോട്ടോടൈപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൽ നിന്നും മിക്സ് ആയിട്ട് കുറച്ച് സിംറ്റംസ് പറയാം. ആ സിംറ്റംസ് എല്ലാം അതിന് വേണമെന്നില്ല. അതിൽ കുറച്ച് ഒരു 70% സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ആ ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റും. ആ രീതിയിൽ കാറ്റഗറി ഇതാക്കിയിട്ട് തിരിക്കുന്നതാണ് പ്രോട്ടോടൈപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. And there have been a number of individual efforts of classification of mental disorders. This worldwide organized effort for classification of diseases was stimulated by the publication of International Statistical Classification of Diseases and Related Health Problems (ICD-1) by the World Health Organization. 1900-ലാണ്. അത് ഓർമ്മിക്കാൻ നല്ല സുഖമാണ്. ICD-1 1900. However, it was only ICD-6 which was published with a separate section on mental disorders. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഈ ICD എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിരുന്നു എല്ലാ ഡിസോർഡേഴ്സും ഉണ്ട്, വെറും മെന്റൽ ഡിസോർഡേഴ്സ് മാത്രമൊന്നുമല്ല. പക്ഷെ അതിൽ ICD-6 ഇവരെന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുമ്പോഴാണ് മെന്റൽ ഡിസോർഡേഴ്സിനെ പ്രത്യേകമായിട്ട് സെക്ഷൻ ആയിട്ട് തിരിക്കുന്നത്. ICD-1 ഉണ്ടായത് 1900-ലാണെങ്കിൽ ICD-6 ഇവരെന്ത് ചെയ്യും, മെന്റൽ ഡിസോർഡേഴ്സിനെ സെപ്പറേറ്റ് സെക്ഷൻ ആക്കുന്നത്. അത് 1949-ലാണ്. മെന്റൽ ഡിസോർഡേഴ്സ് ആണല്ലോ നമ്മളുടെ ഇത് വരുന്നത്. അതാണ് ഇതിൽ അത് പറഞ്ഞിരിക്കുന്നത്. 1949 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് മെന്റൽ ഡിസോർഡേഴ്സിനെ ഇവർ സെപ്പറേറ്റ് എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. പിന്നെ മോസ്റ്റ് റീസെന്റ് 10th എഡിഷൻ ഓഫ് ICD, അതാണ് മോസ്റ്റ് റീസെന്റ് ഇവർ പറയുന്നുണ്ടെങ്കിലും 11 ഇറങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല. പിന്നെ വാസ് പബ്ലിഷ്ഡ് 1992-ലാണ് ഇവർ 10th ഇറങ്ങിയത്. 92-ൽ ഈ 11 ഇറങ്ങിയത് 2013-ലല്ലേ? ആർക്കും ഓർമ്മയുണ്ടോ? ICD-11 ലാസ്റ്റ് ഇറങ്ങിയത് 2013-അല്ലേ? ഇതിൽ പറയുന്നില്ല, ഇപ്പൊ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പറയാം.
അതൊക്കെ നമുക്ക് എഴുതുമ്പോൾ എസ് ഒക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ മൊത്തത്തിൽ എഴുതാൻ പറ്റും. യെസ്. ഒറിജിനലി പബ്ലിഷഡ് 2019. 2019 ഇയറും കൂടി പറയുന്നുണ്ട് അവിടെ. 2019 മെയ് 25. യെസ്, മെയ് മാസം 25-ന് 2019 ICD-11 ഉള്ളത്. അപ്പൊ 2019 ഇപ്പൊ അടുത്താന്ന് അർത്ഥം. അപ്പോൾ ഇതിൽ പറഞ്ഞത് 1992 ഉള്ള ICD-10 വരെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇൻ വിച്ച് 1992 ഇൻ വിച്ച് ചാപ്റ്റർ 5F pertained to the classification of mental disorder explain their inclusion and exclusion terms. ഇൻക്ലൂഷനും എക്സ്ക്ലൂഷൻ ടേംസ് ഒക്കെ പരിചയപ്പെടുത്തി F00 മുതൽ F99 വരെയൊക്കെ ആയിട്ടുള്ള ഓൾ ചാപ്റ്റേഴ്സ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ചാപ്റ്റർ 5-ലാണത് ICD-യിൽ പറയുന്നത്, ICD-10-ലെ. പിന്നെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ എഫേർട്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ബിഗാൻ വിത്ത് ദി ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ. പിന്നെ DSM-ലേക്ക് പോയി. ICD-നെ കുറിച്ച് അവിടെ കഴിഞ്ഞു. DSM പബ്ലിഷ്ഡ് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ആണ്, which is now used as the handbook for diagnosing mental disorders in the United States and other countries. After publication of its first edition, DSM-1 പബ്ലിക്കേഷൻ ചെയ്തതിനു ശേഷം 1952 മറ്റേ ICD 1900 അത് കഴിഞ്ഞിട്ട് ഏകദേശം 52 വർഷം കഴിഞ്ഞിട്ടുണ്ട് DSM-1 ഇറങ്ങാൻ, അല്ലേ? ഇങ്ങനെയൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 52 വർഷം കഴിഞ്ഞിട്ടാണ് DSM-1 എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് അർത്ഥം. 1952. 50-ലാണ് ഇവർ മീറ്റിംഗ് കൂടിയിട്ട് ഇത് ചർച്ച ചെയ്യുന്നത് തന്നെ. 51-ൽ ഇവർ തീരുമാനാക്കി, 52-ൽ പബ്ലിഷ് ചെയ്തു. ഇറ്റ്സ് 5 സബ്സിക്വന്റ് എഡിഷൻസ് ഹാവ് ബീൻ പബ്ലിഷ്ഡ്. ഇതിന് ശേഷം ഒരു 5 എഡിഷൻസ് വന്നിട്ടുണ്ട്. അതിൽ കറന്റ് വേർഷൻ ആയിട്ടുള്ളത് DSM-4TR എന്നാണ് ഇവർ പറയുന്നതെങ്കിലും DSM-5 ഇറങ്ങിയിട്ടുണ്ട്. DSM-5 ആണ് 2013, അല്ലേ? അതാണ് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. DSM-5 ഇറങ്ങിയത് 2013. യെസ്, മെയ് 10. അതും മെയ് മാസം തന്നെ കേട്ടോ, മെയ് മാസം 18-ന്. മറ്റൊരു മെയ് 25-നായിരുന്നു. അത് 2019 മെയ് 25-ലാണ് അവസാന അപ്ഡേഷൻ നടന്നത്. ഇത് DSM-5 2013 മെയ് 18. 2013-ന് ശേഷം ഇത് അപ്ഡേഷൻ നടന്നിട്ടില്ലെന്നർത്ഥം. DSM-5 ആണ് ലേറ്റസ്റ്റ്. അപ്പോൾ 2019 വരെ ICD അപ്ഡേഷൻ നടക്കുന്നുണ്ടെങ്കിലും DSM എന്ത് ചെയ്യുന്നത് 2013-ന് ശേഷം അപ്ഡേഷൻ ഇല്ല. അതൊക്കെ നമുക്ക് ഈ ക്രിറ്റിസിസം ഒക്കെ എഴുതുമ്പം അല്ലെങ്കിൽ ഇവാലുവേഷൻ ഒക്കെ എഴുതുമ്പം ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെയാണ്. DSM-4TR പബ്ലിഷ് 2000. പിന്നെ ഇതിൽ പറയുന്ന ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 4TR ആണല്ലോ. 4TR നല്ലൊരു മാറ്റമാണ് ശരിക്കും ഉണ്ടായിരുന്നത്. ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം. അതിൽ എന്തൊക്കെയാണെന്ന് പ്രധാന മാറ്റം ഒന്ന് ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയുണ്ടോ? സൈക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അല്ലേ? അങ്ങനെ പറയണ്ട. അതായത് ആ ഒരു ക്ലാസിഫിക്കേഷന്റെ പേര് പറഞ്ഞാൽ മതി. മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ നടന്നു. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്രോബ്ലം അതിൽ ആക്സിസ് 5 ആണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സൈക്കോ സോഷ്യൽ അതുപോലെ എൻവയോൺമെന്റൽ ഉൾപ്പെടുത്തി. ആക്സിസ് 4-ലാണോ? ആക്സിസ് 5-ലല്ലേ ഇത് ഉൾപ്പെടുത്തിയ? 4-ലാണ്. സോറി 4-ആന്ന് തോന്നുന്നുണ്ട്. 5-ല് മറ്റേ ഗാഫ് ആണല്ലോ, ജനറൽ അസസ്മെന്റ് ഒക്കെ അല്ലേ ഉൾപ്പെടുത്തിയത് ആ സ്കെയിലിന്റെ. ഓക്കെ, അപ്പൊ 4TR-ല് നല്ല അപ്ഡേഷൻ നടന്നു. 4TR-ല് ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷനും പിന്നെ ക്രൈറ്റീരിയ, അതേപോലെ ഇത് ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്, അത് അതിന്റെ കോമ്പണൻസ്, പിന്നെ വന്നത് 9 ആക്സിസ് അല്ലേ, മൾട്ടി ആക്സിൽ ക്ലാസിഫിക്കേഷൻ. അതാണ് മെയിൻ പോയിന്റ്. ഇതില് മൾട്ടി ആക്സിൽ ക്ലാസിഫിക്കേഷൻ. യെസ് 3 മേജർ കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷനും ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അത് ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ആണ്. പിന്നെ റെക്കമെൻഡ്സ് ക്ലിനീഷ്യൻസ് ടു അസസ് ഇൻഡിവിജ്വൽസ് മെന്റൽ സ്റ്റേറ്റ് അക്രോസ് ദി 5 ഫാക്ടേഴ്സ് ഇതിൽ പറയുന്നത്. Together, the 5 axes provide a broad range of information about the individual's functioning, not just a diagnosis.
Axis 1 assesses clinical disorders and other conditions that may be focus of clinical attention. This axis incorporates a wide range of clinical syndromes, including anxiety disorders, mood disorders, schizophrenia, other psychotic disorders, adjustment disorders. These disorders usually first diagnosed during infancy, childhood, adolescence. ഇതൊക്കെ ആക്സിസ് 1-ലാണ്. അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടുന്ന സാധനമൊക്കെ ആക്സിസ് 1-ലാന്ന് ഓർമ്മിച്ചാൽ മതി. പിന്നെ ആക്സിസ് 2-ൽ നമ്മൾ ആകെ മെന്റൽ റിട്ടാർഡേഷനും പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ആണ് എന്തായത് ആക്സിസ് 2-ൽ വരുന്നത്. ഓക്കെ. പിന്നെ all medical condition and diseases that may be important to the understanding or treatment of an individual's mental disorders are coded on axis 3-ൽ. പിന്നെ സൈക്കോ സോഷ്യൽ നിങ്ങൾ പറഞ്ഞ സൈക്കോ സോഷ്യൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് 4-ൽ. ദാറ്റ് എന്താണത് എഫക്ട് ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഓർ ഔട്ട്കം ഓഫ് എ മെന്റൽ ഡിസോർഡേഴ്സ് ആർ പ്ലേസ്ഡ് ഓൺ ആക്സിസ് 4. ഇനി ആക്സിസ് 5-ൽ ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് റിലേഷണൽ ഫങ്ഷനിങ്, ഗാഫ് അല്ലെ, ഇവിടെ ഗാർഫ് എന്നാണ്, മറ്റേ ഗാഫ് എന്നാണ് കണ്ടത്. ഓക്കെ, എന്തായാലും ഗാഫ് ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് റിലേഷണൽ ഫങ്ഷനിങ്. The clinician rates the client's current level of psychological, social and occupational functioning using a 0 to 100 scale. അതാണ് ഈ ആക്സിസ് 5-ൽ ഉൾപ്പെടുത്തിയത്. പിന്നെ DSM-4 TR is criticized on the issues of validity and reliability. എന്തൊക്കെയാ ക്രിറ്റിസിസം? ഏതൊക്കെയായിരുന്നു? വാലിഡിറ്റി, റിലയബിലിറ്റി. പിന്നെ അതെങ്ങനെയാണ് ക്ലാസിഫൈങ് മെന്റൽ ഡിസോർഡേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് സൂപ്പർഫിഷ്യൽ സിംറ്റംസ്, അതാണ് പിന്നെ രണ്ടാമത്തെ ഇതിൽ പറഞ്ഞത്. പിന്നെ കൾച്ചറലി ബയാസ്ഡ് ആണെന്ന് പറഞ്ഞു. അൺജസ്റ്റിഫൈഡ് കാറ്റഗറിക്കൽ ഡിസ്റ്റിങ്ഷൻസ് ആണ് പറഞ്ഞു. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് കമ്പനീസ് ഇൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പോരെ മുസദ്ദീഖ്? ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ DSM-ഉം ICD ഉണ്ട്. ഇപ്പൊ ICD 10 അല്ലേ ഇപ്പൊ ലാസ്റ്റ് ഉള്ളത്? 11. അത് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പിന്നെ കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു ഒന്നിച്ചുള്ള ധാരണകള് അതിപ്പോ ലാസ്റ്റ് അപ്ഡേഷൻ ഒക്കെ നടന്നിരുന്നു അറിയാം? ലാസ്റ്റിലും ഇവര് തമ്മിൽ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ പിന്നെ ഇതുണ്ട് ഇവര് തമ്മിൽ. കാരണം ഏതോ അപ്ഡേഷനിൽ നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ICD-യിൽ DSM-ലെ ICD-യും 1968-ലാന്ന് തോന്നുന്നുണ്ട്. ആ അപ്ഡേഷൻ നടന്നത് ഒരേ വർഷമാണ് പിന്നെ നടന്നത്. അത് മറ്റേവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഈ DSM-ലുള്ള ടീം തന്നെ അമേരിക്കൻ സൈക്കോളജിസ്റ്റിന്റെ അസോസിയേഷൻ ആണല്ലോ DSM-ന്റെ ടീം. അവർ തന്നെ അതിലും മറ്റേലും ഇതായിട്ടുണ്ട് സംഭാവന നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആയില്ലേ സമയം 27. എൻ്റെ 3 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്.